അച്ഛനോട് അങ്ങോട്ട് മാറി നിൽക്കാനാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഓർത്തഡോക്സ് സഭ അശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. സഭാവിശ്വാസികൾക്കൊപ്പം തന്നെയായിരിക്കും സഭയെന്നും അല്ലാതെ BJP-യിലേക്ക് ചേർക്കാനുള്ള പണി ഈ സഭയിൽ എടുക്കുന്നില്ല എന്നുമാണ് ആ പ്രഖ്യാപനം. പറഞ്ഞു വരുന്നത്, അടുത്തിടെ BJP-യിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ കർശന നടപടി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഭദ്രാസനത്തിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും അച്ഛനോട് അങ്ങോട്ട് മാറി നിൽക്കാനാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം BJP-യുമായി ഏതെങ്കിലും ഒരു തരത്തിലുള്ള സഹകരണത്തിലേക്ക് ഞങ്ങളില്ല എന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ഒരു നീക്കമെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, വിശ്വാസികൾ കൃത്യമായി പറഞ്ഞു ഇത് BJP-യിലേക്ക് അദ്ദേഹം പോകുന്നതോടുള്ള നിലപാടല്ല. പക്ഷേ ഒരു ഭദ്രാസനത്തിന്റെ 2ാം സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അത് സഭാ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എന്താണ് സഭയുടെ മറുപടി എന്ന് വിശ്വാസികൾ ചോദിച്ചപ്പോൾ അപ്പോഴാണ് സഭാ നേതൃത്വം പറയുന്നത് അങ്ങനെയൊന്നും ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അച്ഛനെതിരെ കർശനമായ നടപടി എടുക്കുന്നു, അച്ഛനെ ഇതുമായി ബന്ധപ്പെട്ട ഈ സഭയുടെ ചുമതലകളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ ഓർത്തഡോക്സ് സഭയിലെ വികാരിമാരോടും ഇല്ലെങ്കിൽ അച്ഛന്മാരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരസ്യ പ്രസ്താവന നടത്തുന്നതും ഈ പരസ്യ വീഴ്പ്പലകൾ നടത്തുന്നതുമെല്ലാം നിർത്തണം എന്നുകൂടിയാണ് സഭാ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അച്ഛനെ പുറത്താക്കാനുണ്ടായ സാഹചര്യം കൂടി പറയാം. അതായത് ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ആയിട്ട് ചുമതലയിലുണ്ടായിരുന്ന ഫാദർ ഷൈജു കുര്യൻ അടുത്തിടെയാണ് BJP-യിൽ അംഗത്വം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ തന്നെയാണ് അംഗത്വം കൊടുത്തതും. ഇതൊക്കെ തന്നെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ആ ഒരു BJP അംഗത്വം സ്വീകരിച്ചത്. അപ്പോൾ തന്നെ വിമർശനം ഉയർന്നിരുന്നു, അച്ഛനെതിരെ ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ, മറ്റു ആരോപണങ്ങൾ നിലനിൽക്കുന്നു, കേസ് എടുക്കാൻ പോകുന്നു, ഒരുപക്ഷെ അറസ്റ്റിൽ വരെ സാധ്യതകൾ ഉണ്ടായേക്കാം എന്ന ഘട്ടം എത്തിയപ്പോഴാണ് അച്ഛൻ എന്ത് ചെയ്തത്, BJP-യിലേക്ക് പോയത്. പക്ഷേ BJP കേന്ദ്രങ്ങൾ അത് ആഘോഷിച്ചത് ഇത്തവണ മോദി സർക്കാരിന് വോട്ട് ചെയ്യണം, ഒപ്പം തന്നെ BJP-യുടെ ഇവിടുത്തെ ആളുകൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കടമ കൂടിയാണ്, അതുകൊണ്ടാണ് അച്ഛൻ BJP-യിലേക്ക് എത്തിയത് എന്ന രീതിയിൽ അവർ പ്രചാരണം തുടങ്ങി. ഈ പ്രചരണം ഓർത്തഡോക്സ് സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു സ്വീകരണമല്ല അവർ നൽകിയത്. കാരണം കൃത്യമായി അവർ പ്രതിഷേധവുമായി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ എത്തുന്നു. അവിടെ നടക്കാനിരുന്ന ഒരു യോഗം തന്നെ മാറ്റിവെച്ച് നിലയ്ക്കൽ ഭദ്രാസന അധിപൻ തന്നെ അവിടെ നിന്ന് മുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. വൈദികരുൾപ്പെടെ ഇതിനെതിരെ രംഗത്തെത്തുന്നു. അതിന് ഏറ്റവും ഒടുവിൽ സഭയ്ക്ക് നിലപാടെടുക്കേണ്ടി വന്നു. BJP-യുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അത്തരത്തിൽ തീരുമാനമെടുക്കുന്നവരെ ഞങ്ങൾ കർശനമായി ശിക്ഷിക്കും എന്നൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫാദർ ഷൈജു കുര്യനെ സഭയുടെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് ഇപ്പോൾ സഭാ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഈ തീരുമാനം വന്നത്. നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ കൗൺസിൽ യോഗത്തിലാണ് ഈ ഫാദർ ഷൈജുവിനെതിരെയുള്ള നടപടിയെടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിനെ പള്ളി വികാരി, സൺഡേ സ്കൂൾ, ഭദ്രാസന സെക്രട്ടറി എന്നീ ചുമതലകളിൽ നിന്നാണ് മാറ്റിയിരിക്കുന്നത്. പള്ളിയില്ലാത്തൊരു വികാരിയായി ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും എടുത്തു ചാടി BJP-യിലേക്ക് പോകാൻ ഒരു അച്ഛൻ എടുക്കുന്ന ഒരു തിടുക്കം, ആ തിടുക്കത്തിന് പുറകിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ആ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നാൽ അത് വലിയ തലവേദനയായി മാറും. പ്രത്യേകിച്ച് BJP-യുമായി ചേർന്ന് നിൽക്കുന്നു എന്ന തരത്തിലേക്ക് പ്രചരണം വരുമ്പോൾ അത് എത്തരത്തിലാകും സഭയെയും വിശ്വാസികളെയും ബാധിക്കുക എന്ന കാര്യം സഭാ നേതൃത്വത്തിന് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇനി ഇവിടെ തുടരണ്ട, ഇവിടുത്തെ സ്ഥാനങ്ങളിൽ തുടരണ്ട എന്ന് പറഞ്ഞ് ഷൈജു അച്ഛനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, സഭാധ്യക്ഷന്റെ നിർദ്ദേശാനുസരണം ഫാദർ ഷൈജുവിനെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും 2 മാസത്തിനുള്ളിൽ ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഓർത്തഡോക്സ് സഭ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ഫാദർ ഷൈജു കുര്യനെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും നീക്കിയതുമായിട്ടാണ് സഭയുടെ അറിയിപ്പായി പുറത്തു വന്നിരിക്കുന്നത്. നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് BJP-യിൽ ചേർന്ന ഫാദർ ഷൈജുവിനെതിരെ കടുത്ത വിമർശനവും പ്രതിഷേധമൊക്കെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് രംഗത്ത് വന്നതോടുകൂടി തന്നെയാണ് സഭയ്ക്ക് ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നിരിക്കുന്നത്. സത്യത്തിൽ BJP-യിലേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു നിലയ്ക്കൽ സഭയുടെ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി, അത് അദ്ദേഹം ഔദ്യോഗികമായി തൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് തന്നെ അവർ പങ്കെടുക്കുകയും BJP-യിൽ ചേരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകതരം ചില നീക്കങ്ങൾ, ആ നീക്കങ്ങൾ ക്രിസ്ത്യൻ സമൂഹം ഇവിടെ BJP-ക്ക് ഒപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹം മൊത്തം BJP-ക്ക് ഒപ്പമാണെന്ന് ഇവിടെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ തുടർച്ചയായി തന്നെ ഇവിടുത്തെ സഭാ മേധാധ്യക്ഷന്മാർ കൃത്യമായി എതിർക്കുന്നുണ്ട്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തത് തെറ്റായിപ്പോയി എന്ന് അവർ പരസ്യമായി നിലപാടെടുക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ BJP അംഗത്വമായി വൈദികന്റെ നീക്കങ്ങൾ നടക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ സഭാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വിശ്വാസികളുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഫലം കണ്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.